ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫേസ്ലെസ് ലവിന് ശേഷം ഒരു തായ് ഓൺഗോയിങ് ഡ്രാമയുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഡ്രാമയുടെ പേര് ബ്യൂട്ടി ന്യൂ ബൈ. ഇതൊരു കൊറിയൻ ഡ്രാമയുടെ റീമേക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എന്നാലും നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹീറോയിനെ കാണിക്കാണ്. ഹീറോയിൻ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് കയറി ചെല്ലും. അവിടെ നിന്ന് ഒരു പെർഫ്യൂം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെയിൽസ് ഗേൾ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് ഈ പെർഫ്യൂം കറക്റ്റ് ആയിട്ട് സൂട്ട് ആകുമെന്നും പറഞ്ഞ് ഒരു ബോട്ടിൽ എടുത്ത് നീട്ടും. അതാണെങ്കിലോ ഇവള് നോക്കുമ്പോ ഒരു പോയിസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് കണ്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ ആ ബോട്ടിൽ നിലത്തേക്ക് തള്ളിയിടും. അപ്പൊ തന്നെ ആ ഒരു റൂം മൊത്തം ഇരുട്ടായി മാറി ഒരുപാട് കുട്ടികൾ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ പേടിപ്പിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹീറോയിൻ ഈ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നവും കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. എഴുന്നേറ്റ ഉടനെ തന്നെ മിററിലേക്കാണ് നോക്കുന്നത്. തന്റെ ഫേസിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാകുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഹീറോയിന് ആശ്വാസമാകും. നമ്മുടെ ഹീറോയിന്റെ പേര് ലിയോ. അവളിപ്പോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രഷപ്പ് ആയി വന്ന് കോളേജിലേക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും. ആ ടൈമിന് അവളുടെ പാരന്റ്സ് അകത്തേക്ക് വരും. ഇവളിങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ അമ്മക്ക് വല്ലാത്ത ടെൻഷൻ ആകും. ഈ ഇടയ്ക്കല്ലേ ഫുള്ളായിട്ട് നിന്റെ ഫേസ് പ്ലാസ്റ്റിക് സർജറി ചെയ്തത്, എന്നിട്ട് നിനക്ക് തൃപ്തിയായില്ലേ? എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ആ ശരിയാണ്, എപ്പോഴും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണ്ട. നീ ഇങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത കാര്യം നിന്റെ കോളേജിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാല് പ്ലാസ്റ്റിക് സർജറി അഡിക്റ്റ് ആണെന്നും പറഞ്ഞ് നിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വല്ല ബോധവും നിനക്കുണ്ടോന്ന് ഫാദറും ചോദിക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലേ, നമ്മുടെ മോള് പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്നറിഞ്ഞാ അവിടെയുള്ള സ്റ്റുഡൻസ് ഇവള് ബുള്ളി ചെയ്യില്ലേ? ഇപ്പൊ ബുള്ളി ചെയ്യുന്നതൊക്കെ ഹോബിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും 2 വീക്സ് നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എല്ലാ ഫ്ലവേഴ്സും പറിച്ചുകൊണ്ടാ വന്നത്. നീ എന്തായാലും ടെൻഷൻ അടിക്കാണ്ട് കോളേജിൽ പോയിട്ട് വാന്നും പറഞ്ഞ് ഇവരെല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി ലിയോന്റെ പാരന്റ്സിന് പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ഒക്കെ ഉണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കും. ആ ടൈമിന് ലിയോയും അച്ഛ അമ്മ എന്നെ ഒന്ന് നോക്ക്, എനിക്കൊരു സങ്കടവുമില്ല. ചെറിയൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന എന്നെ ആരും തന്നെ ബുള്ളി ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയും വേണ്ടെന്ന് പറയും. ഓ, അപ്പൊ നീ നല്ല കോൺഫിഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഫേസ് ഒന്ന് റേറ്റ് ചെയ്ത് പറയുന്നു ഫാദറും പറയും. അപ്പൊ തന്നെ പുള്ളിക്കാരിയും മിററിലേക്ക് നോക്കും. ആക്ച്വലി ലിയോ ഫേസ് മുഴുവനായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. ലിപ്സ്, കണ്ണ്, ചീക്സ്, നോസ് എന്നും പറഞ്ഞ് എല്ലായിടത്തും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കൊരു 85 പോയിന്റ് ഞാൻ കൊടുക്കുവാണെന്ന് പറയും. എല്ലാം ഓക്കെയാണ്, എന്നാലും നീ സ്കൂൾ ടൈമിന് ഒരു പയ്യന്റെ പുറകെ ചുറ്റിക്കറങ്ങി നടന്നില്ലേ? അതോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടവും അമ്മയും പറയും. അതൊക്കെ സ്കൂൾ ടൈം അല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇത്രയും കൂടി മെച്ചൂർഡ് ആയി എന്ന് പറയും. അപ്പൊ തന്നെ ഫാദറും അല്ല മോളെ, നിനക്ക് ആ കോളേജില് ഒരാളെയും അറിയാൻ പാടില്ലല്ലോ. നീ ശരിക്കും ചെക്ക് ചെയ്തോ? സ്കൂൾ ടൈമിന് ഈ ഒരു പേരില് നിനക്ക് ഒരുപാട് ബുള്ളിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ വീണ്ടും സംഭവിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലച്ച, എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. ഞാൻ എല്ലാം തറമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാൾ പോലും ഇവിടെ ഇല്ല. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഞാനിപ്പോ ഒരു ന്യൂ ഫേസോട് കൂടി ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് എനിക്ക് പറയാനുണ്ട്. ഞാനും നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ലൊരു പെർഫ്യൂം മേക്കറായി മാറും. പിന്നെ മുൻപ് നടന്നത് ഒരിക്കലും ഇവിടെ നടക്കുകയുമില്ല. എനിക്കത് നല്ല ഉറപ്പാണെന്ന് പറയും. നീ ഇത്രയ്ക്കും കോൺഫിഡന്റ് ആയി പറയുമ്പോ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. നിനക്ക് എന്തായാലും ഈ ഒരു പ്ലേസ് ഇഷ്ടമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പണ്ട് നടന്നത് ഒരിക്കലും ഇവിടെ നടക്കില്ല, അതും എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ഒരിക്കലും ഇവിടെയുള്ള ഒരാളുകളും താഴെ തട്ടിൽ വെച്ച് കാണില്ല, അതും എനിക്ക് ഉറപ്പാണെന്ന് പറയും. ആ ടൈമിന് ലിയോ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യം ഓർത്തെടുക്കും. ആ ടൈമിന് ലിയോ ഭയങ്കര അഗ്ലി ആയിട്ടാണ് ഉള്ളത്. ഫേസില് ഒരുപാട് പാടുകളൊക്കെ ഉള്ളത് കൊണ്ട് ഫേസ് മാസ്ക് ഒക്കെ വെച്ച് അവിടെ ഇരുന്ന് പെർഫ്യൂമിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരും. നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോന്നും ചോദിച്ച് നൈസായിട്ട് കളിയാക്കിയിട്ട് പോകും. ഇതിപ്പോ ലിയോ ആലോചിച്ചെടുത്തിട്ട് ഇല്ലമ്മ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഇവിടെ നടക്കില്ല. എനിക്ക്
നല്ല ഉറപ്പാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളാം. പിന്നെ നിന്റെ നെയ്ബർ ഇത്തിരി കൂളാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ചെന്നാ മതി എന്ന് പറയും. പ്ലീസ് അമ്മ, ഇനിയെങ്കിലും ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഒറ്റക്ക് വിടാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ മോളെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോ വേണേലും ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം പുള്ളിക്കാരി നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കും. ഇവളുടെ പ്ലാസ്റ്റിക് സർജറി ചെയ്തതിന് ശേഷമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തത്. അങ്ങനെ തന്നെ ഇവളുടെ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും ഡീറ്റെയിൽസ് നോക്കി നേരെ ക്ലാസ് റൂമിലേക്ക് ചെല്ലും. അങ്ങനെ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കും. ആദ്യം തന്നെ രണ്ട് ആൺകുട്ടികളെയാണ് ശ്രദ്ധിക്കുന്നത്. അതിലാണെങ്കിലോ ഒരുത്തൻ ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ ആ മറ്റേ പയ്യനെ കാണിക്കും. ഓ സൂപ്പറടാ, ഈ ഫെയ്യിനെ കാണാനായിട്ട് എന്ത് കൂളാണ്, നീ എന്തായാലും ഭംഗിയായിട്ട് തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറയും. ഇവരെ കണ്ട് എന്തായാലും ഞാൻ ഇവരെ ഇതുവരേക്കും കണ്ടിട്ടില്ല, എന്തായാലും രണ്ടുപേരും കൂളാണെന്ന് പറയും. ആ ടൈമിന് ആ രണ്ടുപേരുടെ അടുത്ത് കൂടി ഒരു പെൺകുട്ടി നടന്നു പോകും. അവരാണെങ്കിൽ നൈസായിട്ട് ഈ പെൺകുട്ടീനെ ഒന്ന് കമന്റ് അടിക്കും. അപ്പൊ തന്നെ ആ പെൺകുട്ടി ടെററായിട്ട് രണ്ടുപേരെയും നോക്കി ഗെറ്റ് ലോസ്റ്റ് എന്നും പറഞ്ഞിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോകും. ഇത് കാണുമ്പോ ഹീറോയിനും എന്തായാലും കൊള്ളാം, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല സെൽഫ് കോൺഫിഡൻസും ഉണ്ട്, എന്തായാലും ഇവൾക്കൊരു 74 പോയിന്റ്സ് കൊടുക്കാന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിനാണ് രണ്ട് പെൺകുട്ടികൾ നടന്നു വരുന്നത്. അതിലൊരു പെൺകുട്ടി ഫോണും പിടിച്ച് നടന്നു വന്നോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പയ്യൻ വന്ന് തട്ടി, എന്താ നിനക്ക് മര്യാദക്ക് നടന്നു പോയി കൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് ഒരു സമാധാനവും ഇല്ല, എന്റെ ബോയ് ഫ്രണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് കുളിക്കാൻ പോവാണെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചതാണ്. അതിനുശേഷം ഇതുവരെയായിട്ടും ഒരു മെസ്സേജ് പോലും അയച്ചില്ല. അതിന്റെ സങ്കടത്തിൽ വന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ തട്ടിയതെന്ന് പറയും. എന്തായാലും മോളെ പോയി അവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് ആ പയ്യൻ നടന്നു പോകും. ഈ പെൺകുട്ടിനെ ശ്രദ്ധിച്ചിട്ട് എന്തായാലും ഇവള് നല്ല ഇന്നസെന്റുമാണ്, നല്ല ഫ്രണ്ട്ലി ടൈപ്പുമാണെന്ന് തോന്നുന്നു. ഏകദേശം ഇവൾക്കൊരു 80 പോയിന്റ് കൊടുക്കാന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിനാണ് ആ ക്ലാസ്സിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടി നടന്നു വരുന്നത്. ഈ പെൺകുട്ടിനെ കാണുമ്പോ തന്നെ ഹോയ് എന്തൊരു ഭംഗിയാണ്, ഇവളെന്തായാലും നാച്ചുറൽ ബ്യൂട്ടിയാണ്, എന്തായാലും ഇവൾക്കൊരു 100 പോയിന്റ് കൊടുക്കാന്നും പറഞ്ഞ് അങ്ങനെ ആ പെൺകുട്ടീനെ നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിനാണ് പുറകിൽ നിന്നും, എത്ര നേരമാണ് നീ ഇങ്ങനെ വഴിമറച്ച് നിൽക്കുന്നത്, മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ തന്നെ സൗണ്ട് കേട്ട് ലിയോ തിരിഞ്ഞു നോക്കും. ആളെ കണ്ട് ലിയോ ഒന്ന് ഷോക്കായിട്ട് നിൽക്കും. സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് നിന്നെ പോലുള്ള പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ഒരു പയ്യൻ വന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ, അതേ പയ്യനാണ് ലിയോന്റെ മുൻപിൽ ഇപ്പൊ നിൽക്കുന്നത്. ആ പയ്യന്റെ പേര് ഗായ് എന്നാണ്. അങ്ങനെ തന്നെ ലിയോയും ഗായ് നീയാന്നും പറഞ്ഞിട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ തന്നെ ഗായും, അല്ല നിനക്ക് എങ്ങനെ എന്നെ അറിയാമെന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പയ്യൻ നടന്നു വരും. അങ്ങനെ തന്നെ ക്ലാസ് റൂമിൽ കാണിക്കാണ്. ഫെയ്തിരിഞ്ഞ് ആ ഇന്നസെന്റ് ഗേളിന്റെ അടുത്ത്, അല്ല നമ്മുടെ ക്ലാസ്സിലേക്ക് 2 സ്റ്റുഡൻസും കൂടി വരാനുണ്ടല്ലോ, പ്രമയും ഗായും, ഇവരെന്താ ഇത്ര നേരമായിട്ടും വരാത്തത്, ഇനി വരാണ്ടിരിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ആ ഇന്നസെന്റ് ഗേളും, റിമേനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും ഗായിനെ കുറിച്ച് അറിയാം, ടോപ്പ് സ്റ്റുഡന്റ് ആണ്, ജൂനിയർ ഹൈസ്കൂൾ മുതൽ തന്നെ ടോപ്പ് സ്കോർ എടുക്കുന്ന പയ്യനാണ്, അതുമല്ലാണ്ട് പുള്ളിക്കാരൻ നല്ല റിച്ച് ആണ്, ഫാമിലിക്ക് ഹോട്ടൽ ബിസിനസ് ആണ്, പിന്നെ സ്പോർട്സിലും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കുറച്ച് ഫേമസ് ആണെന്ന് പറയും. അങ്ങനെ തന്നെ ക്ലാസ് റൂമിന് പുറത്ത് കാണിക്കാണ്. നമ്മുടെ ഗായ് ലിയോന്റെ അടുത്തേക്ക് വരും. അല്ല എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല എനിക്ക് പേരൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് അകത്തേക്ക് കയറി പോയിക്കൂടാ, ഞാൻ കുറച്ച് കഴിയുമ്പോ അകത്തേക്ക് പോയിക്കോളാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഗായും അകത്തേക്ക് കയറി പോകും. അകത്ത് ചെന്ന ഗായിക്കാണെങ്കിൽ ആരും തന്നെ ഒരു സീറ്റും കൊടുക്കുന്നില്ല. ആ ടൈമിന് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്ന പെൺകുട്ടിയില്ലേ, എന്റെ അടുത്ത് സീറ്റ് ഉണ്ടെന്ന് പറയും. അങ്ങനെ ഗായും ആ ഒരു സീറ്റിലേക്ക് ചെന്നിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ലിയോ മുഖമൊക്കെ മറച്ചു വെച്ച് അകത്തേക്ക് കയറി ചെല്ലും. ദൈവമേ, അവന്റെ അടുത്ത് മാത്രം ഇരിക്കാൻ പറ്റരുതെന്നും പറഞ്ഞാണ് നടക്കുന്നത്. ആ ടൈമിന് ഗായും, ഇവിടെ സീറ്റ് ഉണ്ടല്ലോ, ഇവളെന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പ്രിമാന്നും പറഞ്ഞ് വിളിക്കും. ആ ഒരു സൗണ്ട് കേട്ട് എല്ലാവരും തന്നെ നമ്മുടെ ഹീറോയിനെ തിരിഞ്ഞു നോക്കും. ഇവൾക്കാണെങ്കിൽ ആ എല്ലാ സ്റ്റുഡൻസും കൂടി ഇവളെ ബുള്ളി ചെയ്യാൻ വരുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഷോക്കായിട്ട് നിൽക്കും. ആ ടൈമിന് ഫെയ് വന്ന് ഇവളുടെ കയ്യിലേക്ക് പിടിക്കുമ്പോഴാണ് പുള്ളിക്കാരി ഒന്ന് നോർമൽ ആകുന്നത്. അങ്ങനെ ഫെയ് അവളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്ത് പേരെന്താണെന്ന് ചോദിക്കും. ഫെയ് ആണെന്ന് അവളും പറയും. ഓ എന്തായാലും നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ എല്ലാവരും ലിയോനെ ഒന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാണ്, നാച്ചുറൽ ബ്യൂട്ടിയാണ്, ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടീനെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല, നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള നിനക്ക് നോർമൽ ഗേൾ ആയിട്ടുള്ള എന്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇവളാണെങ്കിൽ ഞാൻ നാച്ചുറൽ ബ്യൂട്ടി ഒന്നും അല്ലാന്ന് പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ ചെയ്യും, അല്ല നിനക്ക് എന്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ താല്പര്യം ഇല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല ഇല്ല എനിക്ക് താല്പര്യമാണെന്ന് പറയും. അങ്ങനെ തന്നെ ചെയ്യും
ചെയ്യും, ലിയോയുടെ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകും. ബോയുടെ കയ്യിലാണ് അറ്റൻഡൻസ് രജിസ്റ്റർ ഉള്ളത്. അത് ബോയുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മുടെ ലിയോന്റെ കയ്യിലേക്ക് കൊടുക്കും. ലിയോയും ആ ഒരു രജിസ്റ്റർ ഒക്കെ നോക്കി പയ്യെ ബോയിനെ തിരിഞ്ഞു നോക്കും. അവനും ലിയോനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ലിയോ ഒന്ന് പതറിപ്പോകും. ഇതാണെങ്കിൽ ഫെയ് നന്നായിട്ട് നോട്ട് ചെയ്യും. എന്താ ലിയോ, നീ ആ പയ്യനെ നോക്കുന്ന നോട്ടം കാണുമ്പോ അവന്റെ അടുത്തേക്ക് പോലും പോവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഇവളാണെങ്കിലും ഒന്നും മിണ്ടാണ്ട് വീണ്ടും ബോയിനെ നോക്കും. ബോയ് അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ഇത് കാണുമ്പോ ഫെയ്യും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ദേ ആ പയ്യൻ നിന്റെ അടുത്തേക്ക് വരുന്ന പോലെ ഉണ്ടെന്നും പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവളാണെങ്കിൽ പേടിച്ചരണ്ട് എല്ലാ ബുക്കും കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കും. ബോയ് അങ്ങനെ ഇവളുടെ അടുത്തേക്ക് എത്തുമ്പോ ഫെയ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലിയോനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടും. ലിയോന് ഇതെല്ലാം പുതിയൊരു അനുഭവമാണ്. പുള്ളിക്കാരി ഓടുന്നതെല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഓടി പ്രയർ ഒക്കെ ചെയ്യുന്ന ചെറിയൊരു സ്പേസിലേക്ക് എത്തും. നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മൾ എന്താവണം എന്നാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു ആഗ്രഹം ഇവിടെ വെച്ച് ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് നടക്കുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം. ഞാൻ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഫെയ് അവിടെ നിന്ന് എനിക്ക് കെമിസ്ട്രി നന്നായിട്ട് പഠിക്കണം, ഫസ്റ്റ് റാങ്ക് എടുക്കണം, അങ്ങനെ ഒരു കെമിസ്ട്രി ലെക്ചറായിട്ട് മാറണമെന്ന് പറഞ്ഞ് ഒച്ചത്തിൽ ഇങ്ങനെ പറയും. അത് കഴിയുമ്പോ തന്നെ ലിയോയും വന്ന് നിന്ന് എനിക്ക് പെർഫ്യൂംസിൽ റിസർച്ച് ചെയ്യണം, വലിയൊരു പെർഫ്യൂമർ ആയിട്ട് മാറണം, അങ്ങനെ എനിക്കൊരു സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഒച്ചത്തിൽ ഇങ്ങനെ പറയും. ആ ടൈമിനാണ് ക്ലാസ് റൂമിലുള്ള ഒരു സാറ് ഇറങ്ങി വന്ന് നിങ്ങൾ എന്തിനാ ഈ കിടന്ന് ഒച്ച വെക്കുന്നത്, അങ്ങോട്ട് മാറി നിൽക്കുന്നും പറഞ്ഞ് രണ്ടുപേരെയും ചീത്ത പറയും. അപ്പൊ തന്നെ ഫെയ്യും ആക്ച്വലി ഇവിടെ നിന്ന് മനസ്സിലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഒച്ചത്തിലൊന്നും പറയാൻ പാടില്ല, എനിക്ക് നിന്റെ കൂടെ ഫ്രണ്ടായിട്ട് മാറണം, അപ്പൊ നിന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഐഡിയ പ്രയോഗിച്ചത്, എനിക്ക് നിന്റെ ഫ്രണ്ട് ആവണം, എനിക്ക് മാത്രമല്ല ദേ ഇവർക്കും കൂടി എന്ന് ഇങ്ങനെ പറയും. ആ ടൈമിന് ആ ഇന്നസെന്റ് ഗേളും ഒരു പയ്യനും കൂടി നടന്നു വരും. അങ്ങനെ ഇവര് 4 പേരും കൂടി നിന്ന് ഒരു ഗ്രൂപ്പായിട്ട് ആദ്യം ഒരു സെൽഫി എടുക്കും. അതിനുശേഷം ഫെയ്യും ലിയോയും മാത്രം നിന്നും കൂടി ഒരു സെൽഫി എടുക്കും. ഇതെല്ലാം കുറച്ചു ദൂരം മാറി നിന്ന് ബോയ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ലിയോ ആരാണെന്ന് ബോയ്ക്ക് മനസ്സിലായോ, മനസ്സിലായിട്ടാണോ ഇങ്ങനെ വന്ന് നോക്കുന്നത്? എന്തായാലും വരുന്ന പാർട്ടുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.